ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അർച്ചന. ഇനി അങ്ങോട്ട് ക്ലാസ്സുകളുമായിട്ട് ഞാനായിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവുക. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരുന്ന പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യങ്ങൾ നോക്കാം. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? DRDO ആണ് കേട്ടോ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് DRDO. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ലാണ്. നെല്ല്. കുറുമാട്ടി എന്നത് നെല്ലിലെ കഥാപാത്രമാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയാണ്. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി ഗാന്ധിനഗർ. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി ഗാന്ധിനഗറാണ്. ഗുജറാത്ത് ഗാന്ധിനഗർ എന്ന് ഓർത്ത് വെക്കാവുന്നതാണ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം വീരമണി ദാസനാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചോദ്യമൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. കറണ്ട് അഫയേഴ്സ് നമുക്ക് അങ്ങനെ റിവൈസ് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഉത്തരം എങ്ങനെയാണ് വരുന്നത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം കേട്ടോ. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ഓർത്തെടുക്കാൻ ശ്രമിക്കുക. DRDO. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം DRDO ആണ്. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. അപ്പോൾ ഇവ മൂന്നും ഓർത്തിരിക്കുക. P. വത്സലയുടെ നോവലാണ് നെല്ല്. കുറുമാട്ടി എന്നത് ഇതിലെ കഥാപാത്രമാണ്. കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയാണ്. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി. വൈബ്രന്റ് ഗുജറാത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഗാന്ധിനഗർ. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി ഗാന്ധിനഗർ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഓർക്കാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വീരമണി ദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസനാണ്. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ ആണ്. E. സന്തോഷ് കുമാർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. E. സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ. ബഷീർ സാഹിത്യ പുരസ്കാരം. ഓക്കെ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? കണ്ണൂരാണ്. 62ാമത് കലോത്സവം നടന്നത് എവിടെയാണ്? കണക്ട് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അതാകുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരുമാണ്. ഓക്കെ. അടുത്തത്, UAE-യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുൽത്താൻ അൽ നെയ്യാദി. സുൽത്താൻ അൽ നെയ്യാദിയാണ് UAE-യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ്. അപ്പൊ നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന എന്തായിരുന്നു? ഓപ്പറേഷൻ
അമൃത്. ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാർ. കൃതി ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ. UAE-യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? UAE-യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുൽത്താൻ അൽ നെയാദിയാണ്. സുൽത്താൻ അൽ നെയാദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. ഇത് ഉത്തരം പറയുന്നതിന് മുന്നേ ഇതൊന്ന് ചിന്തിക്കുക കേട്ടോ. ഇത് കണക്ട് ചെയ്തിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിക്കുക കേട്ടോ. അടുത്ത സെറ്റ് ചോദ്യം നോക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അറ്റൽ ആണ്. ഗബ്രിയേൽ അറ്റൽ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റൽ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായരാണ്. MK സാനു പുരസ്കാരം 2024 MT വാസുദേവൻ നായർ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായരാണ് കേട്ടോ. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദാണ്. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദാണ്. ഓക്കെ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദി ഇന്ത്യയാണ്. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സെക്കൻഡ് ഒന്ന് തരാം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അറ്റാൽ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായരാണ്. വിങ്സ് ഇന്ത്യ 2024 വേദി. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദി ഇന്ത്യയാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഡ്രൈ ആണെന്നറിയാം. നമുക്ക് സബ്ജക്റ്റ് പഠിച്ചേ പറ്റുള്ളൂ, കറണ്ട് അഫയേഴ്സ് നോക്കിയേ പറ്റുള്ളൂ. എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. C-130J സൂപ്പർ ഹെർക്കുലീസ് ആണ്. C-130J സൂപ്പർ ഹെർക്കുലീസ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ആണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് പുനല്ലൂർ സോമരാജനാണ്. പുനല്ലൂർ സോമരാജൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് പുനല്ലൂർ സോമരാജൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ ആണ്. ദക്ഷിണ കൊറിയ. അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023.
യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023. ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റിന്റെ പേര്? C-130J സൂപ്പർ ഹെർക്കുലീസ്. C-130J സൂപ്പർ ഹെർക്കുലീസ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റിന്റെ പേരാണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പേര് കിട്ടുന്നുണ്ടോ? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. കിട്ടാത്തവർ കുഴപ്പമില്ല, രണ്ടാമത് പഠിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഉത്തരം ഇല്ലാതെ തന്നെ പറയാനായിട്ട് പറ്റണം കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023. നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? ഡീക്കിൻസ് സർവകലാശാല. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള ഒരു പൊതു സർവകലാശാലയാണ് ഡീക്കിൻസ് സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ സർവകലാശാല. ഓക്കെ. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ആഴാക്കുളത്താണ് മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ ആരാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള ചലച്ചിത്ര നടൻ പങ്കജ് ത്രിപാഠിയാണ്. പങ്കജ് ത്രിപാഠി. ഈ ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കൻ സർവകലാശാലയാണ്. ഡീക്കിൻ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളത്താണ്. ആഴാക്കുളം. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളം. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്, ഓർക്കുന്നുണ്ടോ? പ്രാപ്യം പദ്ധതിയാണ് കേട്ടോ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ എന്ന സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടനാണ് പങ്കജ് ത്രിപാഠി. അടുത്ത സെറ്റ് നോക്കാം. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്ക് വശത്തുള്ള രാജ്യമാണ് ഇക്വഡോർ. ഈ ഇക്വഡോർ ആണ് ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓക്കെ. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്?
യോഷിമി യമഷിത ആണ്. യോഷിമി യമഷിത. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അംഗങ്ങളുടെ സീനിയർ പുരുഷ ദേശീയ ടീമുകൾ മത്സരിക്കുന്ന പ്രാഥമിക അസോസിയേഷൻ ഫുട്ബോളിന്റെ മത്സരമാണ് ഈ AFC ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത്. ഈ AFC ഏഷ്യൻ കപ്പിന്റെ ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമഷിത. ഓക്കെ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. 1924 ജനുവരി 16-നാണ് അദ്ദേഹം അന്തരിച്ചത്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികമാണ് ആചരിക്കപ്പെടുന്നത്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചതാണ് ഓപ്പറേഷൻ സർവശക്തി. അടുത്ത ചോദ്യം, മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം ഏതാണ്? സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീം. ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഏതായിരുന്നു? ഇക്വഡോർ. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമഷിത. ഒരു മാച്ചിങ് ഇല്ലേ, പേര് കേൾക്കാൻ ഭംഗിയില്ലേ? യോഷിമി യമഷിത. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി കുമാരനാശാൻ. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ സർവശക്തി. ഓർക്കാൻ പറ്റുന്നുണ്ടോ? ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീം ഏതായിരുന്നു? സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. ഓക്കെ. അടുത്ത സെറ്റ് ചോദ്യം, കുച്ച് ബഹാർ ട്രോഫി ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം ആരാണ്? പ്രഖർ ചതുർവേദി. അണ്ടർ 19 കളിക്കാർക്കായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ ചതുർദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഈ കുച്ച് ബഹാർ ട്രോഫി. അതില് ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരമാണ് പ്രഖർ ചതുർവേദി. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? NH66 ആണ്. മുംബൈ ഗോവയെ കണക്ട് ചെയ്യുന്ന NH66-ലാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ്. അതായത് ഒരു വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണ് ഈ സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത്. സ്റ്റീൽ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ സ്ലാഗ് വെച്ചിട്ടുള്ള ഫസ്റ്റ് റോഡ്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ആണ് NH66. അത് മുംബൈ ഗോവയെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളാണ് INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളാണ് ഇവ മൂന്നും. ഒന്ന് ഓർത്തിരിക്കുക, INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് ഉത്തർപ്രദേശിലെ ഗുർജയിലാണ്. ഈ ബോയിങ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ സിയാറ്റിൽ ആസ്ഥാനമായിട്ടുള്ള പ്രതിരോധ വ്യോമയാന വ്യവസായ കമ്പനിയാണ് ബോയിങ്. ഓക്കെ. അപ്പൊ ഈ ഒരു വ്യോമയാന ഭീമനായിട്ടുള്ള, അതായത് ഒരു ഏവിയേഷൻ ജെയിന്റ് ആണ് ഈ ബോയിങ് എന്ന് പറയുന്നത്. ഏവിയേഷൻ ജെയിന്റിന്റെ 8ാമത്തെ വിതരണ കേന്ദ്രമാണ് നമ്മുടെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഗുർജയില് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് ഗുർജയിലാണ്. ഓക്കെ, നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം.
കൂച്ച് ബെഹാർ ട്രോഫി ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം ആരാണ്? അത് പ്രഖർ ചതുർവേദിയാണ്. പ്രഖർ ചതുർവേദി. പേര് ഓർക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത്, പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH-66 ആണ്. മുംബൈ ഗോവ നാഷണൽ ഹൈവേ ആണ്. ഓക്കെ, NH-66. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളാണ് ഏതൊക്കെയായിരുന്നു? 3 ഉണ്ട്. INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് ഉത്തർപ്രദേശിലെ ഗുർജയിലാണ്. ഓക്കെ. അടുത്ത സെറ്റ് ചോദ്യം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഈ ഏഷ്യൻ വിന്റർ ഗെയിംസ് എന്നാൽ ഒളിമ്പിക്സ് കൗൺസിൽസ് ഓഫ് ഏഷ്യയിലെ അംഗങ്ങൾക്കായിട്ട് 4 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവന്റ് ആണ്. ഓക്കെ. അപ്പോൾ ആ 9ാമത് വരുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. കണക്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ അല്ലെ. ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അത് പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂരിലാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മയാണ്. അടുത്തത്, സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡറായി നിയമിതനായത് റാഫേൽ നദാലാണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡറായിട്ട് നിയമിതനായത്. അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചത് ഉധംപൂരിലാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലാണ് ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചത്. ഓക്കെ, ഇത്രയും ചോദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? മുദ്രാവാക്യം ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? നാഗ്പൂരിലാണ് നമ്മൾ പറഞ്ഞു. പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് വരുന്നത്. ഓക്കെ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡറായി നിയമിതനായത് റാഫേൽ നദാലാണ്. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡറായി നിയമിതനായത് റാഫേൽ നദാലാണ്. അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിന്റെ പേരെന്താണ്? ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന മൊബൈൽ ക്ലിനിക് ആരംഭിച്ചത് ഉധംപൂരിലാണ്. ഉധംപൂർ. അടുത്ത സെറ്റ് ചോദ്യം നോക്കാം. 2ാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാലാണ്. ഭോപ്പാൽ. 2ാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാലാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായിയുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. ട്രായിയുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്രയാണ്. INS സുമിത്ര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. അടുത്തത്,
ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് കേട്ടോ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി വരുന്നത് എവിടെയാണ്? ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഭോപ്പാൽ. രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാലാണ്. അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടെ പുതിയ ചെയർമാൻ. അടുത്തത് 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വര. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ, സ്പെല്ലിംഗ് എറർ ആണ്, കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. ഓക്കെ, സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര ആണ് കേട്ടോ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തു കൊണ്ടുവരുന്നത്, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്കിന്ന് നോക്കാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ എല്ലാം നന്നായിട്ട് കൊണ്ടുപോവാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.